ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ലൈൻ ഫിൽറ്റർ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ള ഫിൽറ്റർ വാട്ടർടെക് എന്ന ബ്രാൻഡിൻ്റെ 2 ഇഞ്ച് വരുന്ന ഫിൽറ്ററാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഫിൽറ്റർ വരുന്നത് ഡിസ്ക് ടൈപ്പ് ഫിൽറ്ററാണ്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്തിട്ടുള്ള ഭാഗമാണ് ഈ കാണുന്നത്. ഇതാണ് ഫിൽറ്ററിനകത്ത് വരുന്ന ഡിസ്ക്. ഇനി ഇത് ഫിറ്റ് ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ 2 ഇഞ്ചിൻ്റെ FTA, ത്രെഡ് സീൽ, ഷെല്ലാക്ക്, സ്റ്റാർ ബോണ്ട് എന്നിവയാണ്. ഈ ഫിൽറ്റർ അഴിക്കുന്ന സമയത്ത് ഇതിനകത്തൊരു ഓറിങ് വരുന്നുണ്ട്. ആ ഓറിങ് മിസ്സാവാതെ ഇരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഓറിങ് ഇല്ലെങ്കിൽ ഫിൽറ്ററിൽ കൂടെ വെള്ളം ലീക്കാവുന്നതാണ്. ഇപ്പോൾ 2 ഇഞ്ചിൻ്റെ FTA നമുക്ക് ആദ്യം തന്നെ ഫിൽറ്ററിലേക്ക് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ലൈൻ ഫിൽറ്ററിൻ്റെ ത്രെഡിലേക്ക് ത്രെഡ് സീൽ ചുറ്റിയതിന് ശേഷം ഷെല്ലാക്ക് തേച്ച് നമുക്കതിലേക്ക് 2 ഇഞ്ചിൻ്റെ FTA ത്രെഡ് ചെയ്യാവുന്നതാണ്. ത്രെഡ് ചെയ്യുമ്പോൾ ക്രോസ് ത്രെഡ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഈ ലൈൻ ഫിൽറ്റർ വെക്കുന്നതിന് ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൺസീൽഡ് വരുന്ന ഫ്ലഷ് ടാങ്കിനൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കരടുകളൊക്കെ പോയിട്ട് അതിനകത്ത് കയറിയിരുന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു ലൈൻ ഫിൽറ്റർ വെച്ചാൽ നമുക്ക് ആ ഒരു വരുന്ന പ്രശ്നം നമുക്ക് ഈസി ആയിട്ട് തന്നെ ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു വീട് പാടത്തിൻ്റെ ഏരിയ ആയതുകൊണ്ട് തന്നെ അതിലൊരു പൂപ്പൽ, പച്ച പായൽ പോലത്തെ ഒരു സംഭവമാണ് ആ വെള്ളത്തിനകത്ത് വരുന്നത്. അപ്പോൾ അത് നമ്മുടെ ഫ്ലഷ് ടാങ്കിലൊക്കെ കയറിയിട്ട് നമ്മുടെ ഫ്ലഷ് ടാങ്കിലെ വാട്ടർ ലെവൽ സ്റ്റോപ്പ് ആവാതെയും അതുപോലെ തന്നെ വെള്ളം വരാത്തൊരു പ്രശ്നമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒന്നുകൂടി ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ഫിൽറ്റർ വെക്കുക എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ ലൈൻ ഫിൽറ്ററിൻ്റെ ഒരു വശം FTA സെറ്റ് ചെയ്യൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതേപോലെ തന്നെ മറ്റേ വശവും സെറ്റ് ചെയ്യാം. നമ്മുടെ ലൈൻ ഫിൽറ്ററിൻ്റെ FTA സെറ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് പൈപ്പിലേക്ക് കറക്റ്റ് ചെയ്ത് അളവെടുത്തതിന് ശേഷം നമുക്ക് പൈപ്പ് കട്ട് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ ചാനൽ അടിച്ച് ക്ലാമ്പ് സെറ്റ് ചെയ്ത കാരണം നമുക്ക് ഈസി ആയിട്ട് തന്നെ 8 വോൾട്ട് അഴിച്ചതിന് ശേഷം ക്ലാമ്പ് അഴിച്ചെടുത്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. ചുമരിലൊക്കെ ആണെങ്കിൽ നമുക്കതൊരു ലോങ് കപ്ലിംഗ് ഒക്കെ അടിച്ചിട്ട് സെറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരിക. ഇതാകുമ്പോൾ ഒന്നുകൂടി ഈസിയാണ്. നമ്മൾ പുതിയ വീട് പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇത് കൈയോടെ വെക്കുകയാണെങ്കിൽ നമുക്കൊന്നുകൂടി ഈസി ആയിട്ട് തന്നെ ആ സമയത്ത് തന്നെ നമുക്ക് ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഇതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ പിടിച്ചിടേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ നമുക്കിനി പൈപ്പ് കട്ട് ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ലൈനിൽ വെള്ളമുള്ള കാരണം തന്നെ നമുക്ക് എക്സ്പ്ലേഡ് ഉപയോഗിച്ചാണ് നമുക്ക് കട്ട് ചെയ്യുന്നത്. 10 kg പൈപ്പ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ടൈം എടുത്താണ് നമുക്കത് കട്ടായി കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് അടിഭാഗവും അതുപോലെ തന്നെ FTAയുടെ അളവിന് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പൈപ്പ് കട്ടിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സോൾവെൻ്റ് ഉപയോഗിച്ച് വൺ സൈഡ് ഫസ്റ്റ് ടൈം ഒട്ടിച്ചിടാം. അപ്പോൾ ഈ ആരോയിൽ കാണിച്ച പോലെ തന്നെ എല്ലാവരും വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ 2 സൈഡും ഒരുമിച്ചാണ് അതിലേക്ക് പിടിച്ചിടുന്നത്. എങ്കിൽ മാത്രമേ നമുക്കത് ലൈനിൽ താഴെ മണ്ണിലായ കാരണത്തിൽ തന്നെ നമുക്കതൊരു പിടിച്ചിടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ലോങ് കപ്ലിങ് അടിക്കേണ്ട വെച്ചിട്ടാണ്. പിന്നെ പൈപ്പ് ഗേജുള്ള കാരണം നമുക്ക് ലോങ് കപ്ലിങ് അടിക്കൽ അത്ര പോസിബിൾ അല്ല. അപ്പോൾ നമ്മളെ ഫിറ്റിങ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വാൾവ് തുറന്ന് അതിലെ നമ്മൾ കട്ട് ചെയ്തതിൻ്റെ പൈപ്പിൻ്റെ പിസറും അതുപോലെ തന്നെ സോൾവെൻറ്റിൻ്റെ ഒക്കെ പുറത്തേക്ക് വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്കതിൻ്റെ ക്യാപ്പ് ഇട്ട് ക്ലോസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.